ഫ്ലിപ്കാർട്ടിൽ ഫൈനലി സാസാലയിലെ ഓഫർ സെയിൽ പ്ലസ് മെമ്പേഴ്സിനും ബ്ലാക്ക് മെമ്പേഴ്സിനും ലൈവ് ആയിട്ടുണ്ട്. ഓൾറെഡി ഇന്നലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർബഡ്സുകൾ എത്ര രൂപയ്ക്ക് ഒരു ഓഫർ സെയിലിൽ വന്നാലായിരിക്കും നമുക്ക് വർത്ത് ബൈങ് ആകുക എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സാസാലയിലെ ഓഫർ സെയിലിൽ ഏതൊക്കെ ഇയർബഡ്സുകളാണ് നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുക എന്നുള്ളത് എൻ്റെ ഒരു സജഷനിൽ ഞാൻ പറഞ്ഞുതരാവേ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഓഫർ അപ്ഡേറ്റ്സിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് മേടിക്കാൻ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ റിയൽമിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. T200X 1599 രൂപയാണ് നോർമൽ റേറ്റ് എങ്കിൽ ഇപ്പോൾ 1399 രൂപയ്ക്ക് ലഭ്യമാകും. ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1399 ആയിരിക്കാം ഈ ഒരു പ്രോഡക്റ്റ് എത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ T110 1199 കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് 1199 മേടിക്കുന്നത് ഒരിക്കലും വേർത്തില്ല. കാരണം ഒരു 100 രൂപ കൂടി കൊടുത്താൽ T200X ഇതേ കണ്ടോ 1299 മേടിക്കാൻ സാധിക്കും. 1300 രൂപയ്ക്ക് ഉറപ്പായിട്ടും T200X ആണ് ഏറ്റവും നല്ലത്. T200 ലൈറ്റ് ആണ് ഏറ്റവും നല്ലത് നമ്മുടെ T110നേക്കാളും. ഓൾറെഡി ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ T110 ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് T200 ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ഒരു 100 രൂപ കൂടി കൊടുത്തിട്ട് അടിപൊളി ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. സോ T200 ലൈറ്റിലേക്ക് പോകാനേ ഞാൻ പറയത്തുള്ളൂ. T110 ഇനി എത്ര രൂപയ്ക്ക് മേടിക്കണമെന്ന് വെച്ചാൽ 1000 രൂപയ്ക്ക് അകത്ത് ഒരു 999 കിട്ടുന്നെങ്കിൽ നല്ല ഡീലായിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. കൂടാതെ നമ്മുടെ റിയൽമി ബഡ്സ് T310 വില കുറഞ്ഞിട്ടില്ല, 2099 രൂപയാണ്. ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും അത് ഞാൻ പറയണത് ഇപ്പോൾ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 1699 1799 എത്തുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ 2000 രൂപയ്ക്കുള്ളിൽ 2100 രൂപയ്ക്ക് ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ T310 തൊട്ട് മുന്നേ ഇറങ്ങിയ T300 ഇപ്പോഴും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 1799 രൂപയ്ക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടും. സത്യം പറഞ്ഞാൽ 1799 രൂപയ്ക്ക് ഓക്കെ എന്നുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതങ്ങോട്ട് നിങ്ങൾ മേടിക്കണം എന്നൊരിക്കലും ഞാൻ അങ്ങോട്ട് പറയത്തില്ല കേട്ടോ. കൂടാതെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് അവരുടെ T500 Pro 2599 മേടിക്കാൻ സാധിക്കും. 2799 നോർമൽ റേറ്റ്. പക്ഷേ ഇന്നലെ ആ ഒരു എന്താ പറയുക സെയിൽ പ്രൈസ് ഡീലെന്നോ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2799 ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓഫർ ലൈവ് ആയപ്പോഴത്തേക്ക് അത് 2599 മാറിയിട്ടുണ്ട്. സോ നല്ലൊരു ഡീലാണ്. കൂടാതെ റിയൽമി ബഡ്സ് എയർ 8 നമുക്ക് 3399 പിന്നെ നമ്മുടെ റിയൽമി ബഡ്സ് 5 ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് എയർ 5 2299 ലഭ്യമാവും. അടിപൊളി പ്രോഡക്റ്റാണ്. ആക്ച്വലി എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. മൈ ക്വാളിറ്റി നല്ല പ്രോഡക്റ്റാണ്. 2999 പണ്ട് ഓഫർ സമയങ്ങളിൽ കിട്ടുമായിരുന്നെങ്കിൽ പിന്നെ അത് എന്താ പറയുക നോർമൽ റേറ്റും 3299 സംതിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2299 കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ഡീല് തന്നെയാണ്. സോ ഇതും നിങ്ങൾ മേടിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. കൂടാതെ നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7 2999 മേടിക്കാൻ സാധിക്കും. 3299 സംതിങ് തന്നെയാണ് അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിയൽമി ബഡ്സ് T200 ഒരു LDSC കോഡൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. 1599 രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാം. ഞാൻ പറയുന്നത് 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു റിയൽമിയുടെ പ്രോഡക്റ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു T200 ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇവിടെ പിന്നെ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് എന്താ പറയുക കേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ആകെ ഉള്ളൊരു പ്രശ്നം. എന്നാൽ കേസ് കവർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇനി നമ്മുടെ ബോട്ടിലേക്ക് വരുവാണെങ്കിൽ നിർവാണ അയോൺ അട്ടിപ്പൊളി. നിങ്ങളൊരു ബേസ് ലവറാണെങ്കിൽ ഉറപ്പായിട്ടും നിർവാണ അയോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എന്നാൽ വെയറിംഗ് കംഫർട്ട് ചിലർ ഇഷ്യൂ പറയുന്നുണ്ട്. ഈ ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ചെവി വേദന എടുക്കുന്നുള്ളൊരു കാര്യം. എന്നാലും 1499 ഒരു പ്രോഡക്റ്റ് കിട്ടും. 1000 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും നമ്മുടെ നിർവാണ അയോൺ നല്ലൊരു ഡീലാണ്. ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിലുള്ള ഇന്നിയർ ഡിറ്റക്ഷൻ ഫീച്ചറുള്ള ഒരു പ്രോഡക്റ്റ് അതും 1000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എയർഡ്രോപ്പ് സുപ്രീം നല്ലൊരു പ്രോഡക്റ്റാണ്. ഇവിടെയും വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ പലരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബസ്സിംഗ് സൗണ്ട് അതെന്തായാലും ഞാൻ ഉപയോഗിച്ചപ്പോഴും ആ ഒരു ബസ്സിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ വെയറിംഗ് കംഫർട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിർവാണ അയോൺ ANC 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. 1707 രൂപയ്ക്ക് കിട്ടും. എന്നാൽ അത് മേടിക്കുന്നതിനേക്കാളും നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അവരുടെ തന്നെ നിർവാണ അയോൺ ANC Pro നടക്കുന്ന 1999 മേടിക്കാൻ സാധിക്കും. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത സമയത്തും ഈ ഒരു റേറ്റ് തന്നെയായിരുന്നു. നോർമൽ റേറ്റ് എനിക്ക് തോന്നുന്നു 2499 സംതിങ് ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതും നല്ലൊരു ഡീലാണ്. കൂടാതെ എയർഡ്രോപ്സ് 800 LDSC കോഡൊക്കെ ഉള്ള അവരുടെ വേർഷനാണ് 1599. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഡോൾബി അറ്റ്മോസ് ഉള്ളത് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് 1499 കിട്ടും. ഉറപ്പായിട്ടും 1500 രൂപയ്ക്കുള്ളിൽ ഈ ബോട്ടിൻ്റെ പല പ്രോഡക്റ്റുകളും നല്ലതാണ്. നിർവാണ അയോൺ അതേപോലെ തന്നെ ഈ ഒരു ബോട്ട് എയർഡ്രോപ്സ് 800 നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ 1000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ സുപ്രീം നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ആ T200 ലൈറ്റും നല്ലൊരു പ്രോഡക്റ്റാണ്. എന്നാൽ കുറച്ചുകൂടെയൊക്കെ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിർവാണ അയോൺ ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷേ വെയറിംഗ് കംഫർട്ട്
റിയൽമിയിലായിരിക്കും ബെറ്റർ. ഇനി ഗോ ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഗോ ബോൾട്ടിൻ്റെ മസ്താങ് ടോർക്കിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. 1799 നോർമൽ റേറ്റ്, പക്ഷേ ഇപ്പോൾ 1499 എത്തിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എപ്പോഴായിരിക്കും ഒരു വർത്ത് ബൈങ് ഫീൽ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1299 എത്തുമ്പോഴാണ്. എന്നാൽ 1500 രൂപയ്ക്ക് നിങ്ങളൊരു എന്താ പറയുക ഒരു കാറൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ മസ്താങ് ഫാനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പല കളറുകളും ഉണ്ടോ, ഇപ്പോൾ റെഡ് ആണെങ്കിലും യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ആണെങ്കിൽ പോലും നമുക്കത് 1499 മേടിക്കാൻ സാധിക്കും. ടെനറ്റ് 1299 എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1299 വേർത്ത് അല്ല. ഒരു 1000 രൂപയ്ക്കുള്ളിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഡീല് തന്നെയാണ്. കൂടാതെ ഗോ ബോൾട്ടിൻ്റെ ഓസ്ട്ര 1099 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. നമ്മുടെ മസ്താങ് ടോർക്ക് എന്താണോ അത് തന്നെയാണ്. പുറമെയുള്ള പെയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ ഒരു റേറ്റുകളും വ്യത്യാസം കേട്ടോ. കൂടാതെ ഗോ ബോൾട്ടിന്റെ മസ്താങ് ഡൈനോ അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഡൈനോ. ഞാൻ ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 1099 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 1099 രൂപയ്ക്ക് നല്ലൊരു ഡീല് തന്നെയാണ്. കൂടാതെ ഗോ ബോൾട്ടിന്റെ C40 Pro 1099 രൂപയ്ക്ക് കിട്ടും. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീലാണ് കേട്ടോ. 100 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഇതിലുണ്ടെന്നുള്ളതാണ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം. കൂടാതെ മസ്താങ് സ്പ്രിന്റ് 1799 മേടിക്കാൻ സാധിക്കും. പക്ഷേ അത് ഞാൻ അങ്ങോട്ട് കൂടുതൽ ഉപയോഗിക്കാത്തതുകൊണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ C40 V2 നല്ല പ്രോഡക്റ്റ് ആണ്. 899 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നത്. നോർമൽ റേറ്റും ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇവരുടെ ഗോ ബോൾട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ 100 രൂപ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. അതായത് 799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. സോ നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ അവരുടെ ആ ഒരു ഗോ ബോൾട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടാതെ Y1 V2 60 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഒക്കെ ഉള്ള പ്രോഡക്റ്റ് ആണ്. 1199 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. കൂടാതെ അതേപോലെ തന്നെ ഗോ ബോൾട്ടിൻ്റെ സത്യം പറഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, എന്നാലും 2499 ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു നോർമൽ റേറ്റും ഈ 2499 സംതിങ് തന്നെ കേട്ടോ. അതുകൊണ്ട് അത് കൂടുതലായിട്ട് ഞാൻ എടുത്ത് അങ്ങോട്ട് പറയുന്നില്ല. ഇനി CMF-ലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് 2A 1699 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 1699 രൂപയ്ക്ക് നല്ല ഡീലാണ് ആക്ച്വലി CMF ബഡ്സ് 2A കേട്ടോ. കൂടാതെ ബഡ്സ് 2 പ്ലസ് 2599, ബഡ്സ് 2 ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 2299 എത്തുന്നത്. ഈ ഒരു 2 പ്ലസ് ആക്ച്വലി കുറേ നാളായിട്ട് 2599 ഇതാണ് അവരുടെ ഓഫർ റേറ്റ്. കുറയൊന്നും തോന്നില്ല, മിക്കവാറും കുറയുന്ന നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിലായിരിക്കും. ഇതൊരു 2299 എത്തും. നമ്മുടെ CMF ബഡ്സ് 2 എന്ന് പറയുന്നത് 1999 എത്തും. ഒരു സംശയമില്ല കേട്ടോ അതിൽ. കൂടാതെ ബഡ്സിലേക്ക് വരുവാണെങ്കിൽ 2299 ഇപ്പോൾ ആ ഒരു CMF ബൈ നത്തിങ് ബഡ്സ് മേടിക്കാൻ സാധിക്കുന്നത്. ബഡ്സ് 2299. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു നമുക്കൊരു 1699 എന്നുള്ള എത്തിയെങ്കിൽ നല്ല ഡീലായിരുന്നു. പക്ഷേ CMF ബൈ നത്തിങ് ബഡ്സ് 2Aയും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി ഓപ്പോയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓപ്പോ എൻകോ ബഡ്സ് 3 Pro 1499 മേടിക്കാൻ സാധിക്കും. 1599 ആ ഒരു ഇന്നലെ നമ്മൾ കണ്ട ഒരു റേറ്റ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും 1500 രൂപയ്ക്കുള്ളിൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഓപ്പോയുടെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇതിൽ വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് പ്രോ പ്ലസ് ആണ്. 2999 ഇപ്പോൾ കാണുന്നത്. ഇത് കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഓപ്പോ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നല്ല എന്താ പറയുക ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതിപ്പോൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്കത് അയ്യോ കൊള്ളൂല എന്നുള്ളൊരു ഫീൽ വരത്തില്ല. അതാണ് ഈ ഓപ്പോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത OnePlus-ലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ OnePlus Nord Buds 3R പഴയ അവരുടെ നോർമൽ റേറ്റ് എന്താണോ അതാണ് ഇപ്പോൾ ഓഫർ റേറ്റിലേക്ക് വന്നത്, 1799 രൂപ. കൂടാതെ OnePlus Nord Buds 2R 1699. ഈ ഒരു OnePlus Nord Buds 2R ഒരു 1500-നകത്ത് കിട്ടുന്നെങ്കിലേ നല്ലൊരു ഡീൽ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഒരു OnePlus Nord Buds 3R 1699 ആയിരുന്നു ഓഫർ സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താ പറയുക, വില കൂട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പഴയ നോർമൽ റേറ്റ് ഓഫർ റേറ്റിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. OnePlus-ന്റെ ഒരു മൊബൈലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ OnePlus എന്ന് പറയുന്ന ബഡ് തന്നെ വേണമെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കൂടാതെ OnePlus Nord Buds 3 Pro 2999 നിന്നല്ലെങ്കിൽ ഇന്നിപ്പോൾ 2699 എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ Nord Buds 3 2049 കിട്ടും. പക്ഷേ ഇതൊരു 1999 വരേണ്ടതാണ്, കാരണം പല ഓഫർ സമയങ്ങളിലും ഇത് 1499 എത്തിയിട്ടുണ്ട്. കൂടാതെ OnePlus Buds 3 ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4299 സംതിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് 3999 മേടിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഈ ഒരു OnePlus Buds 3 ഒക്കെ 4999 ആയിരുന്നു അതിൻ്റെ നോർമൽ റേറ്റ് പണ്ട്. പക്ഷേ അതിപ്പോൾ ഈ ഒരു ബഡ്സ് 4 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ വില അങ്ങോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ നോട്ട് ബഡ്സ് 4 Pro 3999 മേടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ OnePlus Buds 4 5999 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 5504 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ. എന്തായാലും ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബഡ്സിൻ്റെ ഓഫറുകളിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രാൻഡുകൾ. ഇനി ഇതിനകത്ത് ഞാൻ പറയാത്ത ഏതെങ്കിലും ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഞാൻ പറയാത്ത ഏതെങ്കിലും മോഡലുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമൻറ്റ് ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തി തരാം കേട്ടോ. എന്തായാലും ഇതിനകത്ത് 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ ഏത് മേടിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും റിയൽമിയിൽ എന്തായാലും ഇല്ല. ഗോ ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ Z40 V2 നല്ലൊരു പ്രോഡക്റ്റാണ്. എന്നാൽ സ്പെക്കൊക്കെ
ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓവറോൾ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല നമ്മുടെ ബോട്ടിൻ്റെ എയർഡ്രോപ്പ് സുപ്രീം തന്നെയാണ്. കൂടാതെ 1500 വേണമെങ്കിൽ കുറേ അധികം പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ആക്ച്വലി കുറച്ച് കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾക്ക് വെയറിംഗ് കംഫർട്ട് വേണം, മ്യൂസിക് ക്വാളിറ്റി വേണം, അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് മൈക്ക് ക്വാളിറ്റി വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റികൾ. ഉറപ്പായിട്ടും നമ്മുടെ റിയൽമി ബഡ്സ് T200 ലൈറ്റ് അല്ലെങ്കിൽ T200X നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ നിങ്ങൾക്ക് ബേസ് നല്ല അടിപൊളിയായിട്ട് വേണം. കൂടാതെ 100 മണിക്കൂർ അല്ലെങ്കിൽ 120 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം വേണം. കൂടാതെ എന്താ പറയുക, ഇന്നിയർ ഡിറ്റക്ഷൻ ഒക്കെ വേണം. എന്നാൽ വെയറിംഗ് കംഫർട്ട് എന്താ പറയുക ചെറിയൊരു പ്രശ്നമായിട്ടുള്ളതാണ് നമ്മുടെ നിർവാണ അയോൺ. ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് വാങ്ങിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ചെറിയ ചെവികളുള്ളവർക്കാണ് ഈ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ആക്ച്വലി ഈ ഒരു നിർവാണ അയോണിൽ വരുന്നത് കേട്ടോ. മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 3 Pro, അതും നല്ലൊരു ഓപ്ഷനാണ്. അവിടെ പിന്നെ വെയറിംഗ് കംഫർട്ടും ഒരു പഞ്ചി ആയിട്ടുള്ള ബേസും എല്ലാം നമുക്ക് ആ ഒരു ആപ്പ് സപ്പോർട്ടും എല്ലാം ഉണ്ട്. റിയൽമിയിലും നമുക്ക് ആ ഒരു ആപ്പ് സപ്പോർട്ട് ഉണ്ട്. സോ 1500 രൂപയ്ക്കുള്ളിൽ ആവശ്യം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി 2000 രൂപയ്ക്കുള്ളിൽ ബോട്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ നിർവാണ അയോൺ ANC Pro നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെയും ഞാൻ പറയുന്നത് ആ ഒരു വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ആണ്. കൂടാതെ റിയൽമിയിലേക്ക് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ റിയൽമിയുടെ T300 മേടിക്കേണ്ടത് ഞാൻ പറഞ്ഞത്, കാരണം കുറച്ച് പഴയ പ്രോഡക്റ്റ് ആണ്. എന്നാൽ T310 ആ ഒരു റേറ്റിൽ എത്തിയിരുന്നെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരുന്നു. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് റിയൽമിയുടെ പ്രോഡക്റ്റ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. എന്നാൽ T200 നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ T200-നേക്കാളും നല്ല പ്രോഡക്റ്റാണ് T310. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ ആ T310 മേടിക്കാനായിട്ട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ CMF-ലേക്ക് ഇട്ടുണ്ടെങ്കിൽ CMF by Nothing Buds 2A നല്ലൊരു ഓപ്ഷനാണ്. ഇനി 2500-ലേക്ക് ഇട്ടുണ്ടെങ്കിൽ CMF by Nothing Buds 2, അതേപോലെ തന്നെ റിയൽമി ബഡ്സ് എയർ 5, ഇത് രണ്ടും നല്ല ഓപ്ഷനുകളാണ്. കൂടാതെ 3000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ നമ്മുടെ റിയൽമി ബഡ്സ് T500 Pro നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ റിയൽമി ബഡ്സ് എയർ 7 നല്ലൊരു ഓപ്ഷനാണ്. CMF by Nothing Buds 2+ മേടിക്കേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. സോ റിയൽമി തന്നെയാണ് എപ്പോഴും അതിനകത്ത് നല്ലത്. ഇനി അല്ല നിങ്ങൾക്ക് മൈക്ക് ക്വാളിറ്റി വേണമെങ്കിൽ, കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള മൈക്ക് ക്വാളിറ്റി വേണമെങ്കിൽ നമ്മുടെ CMF by Nothing Buds Pro നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.